ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രൂപങ്ങൾ. അപ്പോൾ ഇതിൽ 4ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റത്തെ 2 പേജത്തെ പ്രോബ്ലംസാണ് ഇന്ന് ചെയ്യുന്നത്. പേജ് നമ്പർ 81-ലെ 3 പ്രോബ്ലംസും അതേപോലെ തന്നെ പേജ് നമ്പർ 82-ലെ 3 പ്രോബ്ലംസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള 3 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ മാത്സ് മാത്രമല്ല, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി എല്ലാ ചാപ്റ്ററിൻ്റെയും ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് 7 ബേസിക് സയൻസ് ഓൺലൈൻ ക്ലാസ് എന്ന് ചാനലിൻ്റെ പേരടക്കം അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ എടുത്ത് അതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ഓരോ വീഡിയോസും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ ഓരോന്നിനും ഓരോ സബ്ജക്റ്റിൻ്റെയും പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോ ആണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. A ribbon 14.5 cm long is cut into 2 equal pieces. What is the length of each piece in centimeter? 14.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നാട 2 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലെങ്ത് ഓഫ് റിബണ്, നാടയുടെ നീളം എത്രയാണ്? 14.5 14.5 സെൻറ്റിമീറ്റർ ആണ്. എത്ര ഭാഗങ്ങളാക്കണം? സമഭാഗങ്ങളാക്കണം 2 എണ്ണം അല്ലെ. നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് 2 ആണ്. ഇനി ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിന്റെ നീളം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 14.5 ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം? 14.5 ഇൻറ്റു 1/2. അപ്പം 14.5 നമ്മൾ ഈ ഫോമിലാക്കിയപ്പോൾ 145 145/10 145 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1/2. ഇവിടെ നമുക്ക് ഡിവിഷൻ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് തന്നെ ഡിവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 145 ഇൻറ്റു 1 145 ഗുണിക്കണം 1 145 10 ഗുണിക്കണം 2 20. ഇനി 145-നെ നമ്മൾ 20 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുക എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 145-നെ 20 കൊണ്ട് ഹരിക്കുക. 145-നെ 20 കൊണ്ട് ഹരിക്കുക. 140 20 7 പ്രാവശ്യം പോകും. അപ്പോൾ 140. പിന്നെ ബാലൻസ് ഉള്ള 5 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് കൊടുത്തു. 50-ൽ 20 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം പോകും. ബാലൻസ് 40. അപ്പോൾ അതിങ്ങനെ പോകും. പിന്നെയും 1 വന്നു. പിന്നെയും നമുക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയത്? 7.25 7.25 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ 10 അല്ലേ. അപ്പോൾ നമ്മളൊരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 100. ഇത് നമ്മൾ കംപ്ലീറ്റ് ആകുന്ന വരെ ചെയ്യാൻ വെച്ചാൽ 100. 100-ൽ 20 എത്ര ടൈംസ് പോകും? 5 ടൈംസ് പോകും. 7.25. അപ്പോൾ ആൻസർ എത്രയാണ്? 7.25 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? 145/10 145-നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 7.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഡിവിഷൻ നമ്മൾ കുറച്ച് നല്ലവണ്ണം പഠിക്കണം. സിമ്പിളാണ് കാര്യങ്ങൾ, പക്ഷെ നമ്മളത് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് സ്ക്വയർ ഓഫ് പെരിമീറ്റർ 20.5 meters? 20.5 മീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? അപ്പം നമുക്കറിയാം സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡാണ്, 4 ഇൻറ്റു വശം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പെരിമീറ്റർ ആണ്. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കാണാൻ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. അതായത് 1/4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പോൾ 20.5-നെ 1/4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വശത്തിൻ്റെ നീളം കിട്ടും. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സമചതുരത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ 20.5 മീറ്റർ ആണ്. ഇനി ലെങ്ത് ഓഫ് സൈഡ്, വശത്തിന്റെ നീളം നമുക്കറിയാമല്ലോ. സമചതുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വശങ്ങളും സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 20.5 ഇൻറ്റു 1/4. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. 205/10 ഇൻറ്റു 1/4. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 205/40 അങ്ങനെ ചെയ്യാം. അപ്പം 205/40. അപ്പോൾ 40 എന്ന് പറയുമ്പോൾ 200 ആണ്. അപ്പോൾ 5 ടൈംസ് ആണ്.
പിന്നെ ഇവിടെ വരുന്നത് 0.5 ആണ്. അപ്പോൾ നമ്മൾ 0 കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം. 50ൽ 40 1 ടൈമാണ്. അപ്പോൾ നമ്മൾ അഗെയിൻ 40 എന്ന് എഴുതി. പിന്നെ ഇവിടെ എത്രയാണ് 1 വന്നു. 0ൽ എന്തായാലും പോലെ ഒരു 0 കൂടി ഇട്ടു. അപ്പോൾ 100ൽ 40 എത്രയാണ് 2 ടൈംസ് ആണ്. ഓക്കെ, 2 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് 18 എഴുതി. പിന്നെ 20ൽ നമ്മൾ അഗെയിൻ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 200ൽ 40 എത്ര ടൈംസ് ആണ് 5 ടൈംസ് ആണ്. അപ്പോൾ 5.125 ആൻസർ എത്രയാണ് 5.125 മീറ്റർ. പേജ് നമ്പർ 81 അവസാനത്തെ ചോദ്യമാണ്. 6 പേനയുടെ വില 40.50 രൂപയാണ്. ഒരു പേനയുടെ വില എത്രയാണ്? ദ പ്രൈസ് ഓഫ് 6 പെൻ ഈസ് 40.50 റുപ്പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 പെൻ? അപ്പോൾ 6 പേനയുടെ വില 40 രൂപ 50 പൈസയാണ്. ഒരു പേനയുടെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40.50നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 40.50 ഡിവൈഡഡ് ബൈ 6 അല്ലേ, 40.50 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 40.50നെ നമുക്ക് വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാലും മതി. അപ്പം 40.50 ഗുണിക്കണം 1/6 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. 6 പേനയുടെ വില എത്രയാണ്? 40.50. പ്രൈസ് ഓഫ് 6 പെൻസ് 40.50. അപ്പം പ്രൈസ് ഓഫ് 1 പെൻ എത്രയാണ്? 40.50 ഇൻറ്റു 1/6. അപ്പം 40.50നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെസിമൽ ഫോമിലാക്കണം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ 0ന് ഇവിടെ സ്ഥാനമില്ല. നമ്മൾ 0.50 എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് 0 കൂടി ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ 100 അല്ലേ കൊടുക്കേണ്ടതെന്ന്. പക്ഷെ നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ പറഞ്ഞു ഈ 0ന് ഇവിടെ വാല്യൂ ഇല്ല. അപ്പം 405/10 ഇൻറ്റു 1/6. നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഒന്നുകിൽ 405/16 ചെയ്യാം, നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഇവിടുന്ന് തന്നെ ഒന്ന് ചെറുതാക്കാം. ഇപ്പൊ നമുക്കറിയാം 405 10 എന്നൊക്കെ പറയുമ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇത് അല്ലെ. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ ഇത് രണ്ടും 5ലും എന്തായാലും പോവല്ലോ. അപ്പോൾ ഇത് 40ൽ 8 ടൈംസ് പോവും, 5 1 ടൈമും പോവും, ഇവിടെ 2. ഇങ്ങനെ നമുക്ക് എഴുതാം. H1 ഇങ്ങനെ എഴുതാം, H1 12 എന്ന് എഴുതാം. ഇനി നമ്മൾ വേണമെങ്കിൽ ഇതിനെ നമ്മൾ ചെറുതാക്കാം. ഈ 8 1 12 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഓൾസോ 3ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. ഇനി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 405നെ ഇങ്ങനെ ചെയ്യാം. ഇതിന് 2 മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 405 എന്ന് പറയുമ്പോൾ 40ൽ എന്തായാലും പറ്റില്ല. 400 എന്ന് പറയുമ്പോൾ 60 എത്ര ടൈംസ് പോവും? 60 ഇൻറ്റു 5 300, 360 അല്ലേ, 360. അപ്പോൾ 6 ടൈംസിലാണ് പോവുക, 360. ഓക്കെ, ഇനി നമ്മൾ 5 0 പോയാൽ 5 ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും ബോറോ ചെയ്തു. 10 6 പോയാൽ 4. അപ്പൊ നമുക്ക് 45 കിട്ടി. ഇനി 45 60ൽ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0 ഇട്ട് കൊടുത്തു, ഇവിടെ പോയിന്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് 450, നമുക്ക് 81/12 കിട്ടി. ഇതും നമുക്ക് 3ൽ ഡിവൈഡ് ചെയ്യാം. 3ൽ എത്ര ടൈംസ് പോവും? ഇത് 27. 81 എന്ന് പറയുന്നത് 27ൽ പോവും. 27 ടൈംസ് 12 എന്ന് പറയുന്നത് എത്ര ടൈംസ് പോവും? 4 ടൈംസ് പോവും. ഇനി നമുക്ക് 27/4 ആണ്. 27/4 നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് 27/4 എത്രയാണ്? 24. പിന്നെ 3 ഇവിടെ ഉള്ളത് നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുത്തു, 30 കൊടുത്തു. അപ്പം നമുക്ക് എത്രയാണ്? 28. അപ്പോൾ 7 ഇൻറ്റു 4 28. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്തു. ഈ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 0 എത്ര ഇട്ട് കൊടുക്കുന്നതിനും പ്രശ്നമില്ല. അപ്പം 20ൽ 4 എത്ര? 5 ടൈംസ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 6.75. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ 27/4നെ നമുക്ക് എങ്ങനെ എഴുതാം? മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയും എഴുതാം. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇപ്പോൾ 27/4 ഓക്കെ, 27/4 നമ്മൾ ചെയ്തു. 24 കിട്ടി, 6 കിട്ടി. ഓക്കെ,
പിന്നെ നമുക്ക് 7 മൈനസ് 4 3. ഇനി നമ്മളിതിങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതുമ്പം ഇവിടെ 6 എഴുതും, ബാലൻസ് ഉള്ള 3 ഇവിടെ എഴുതും, പിന്നെ 4. അപ്പോൾ 6.75. 6.75/4 എന്ന് പറയുന്നത്, ഈ മുക്കാൽ എന്ന് പറയുന്നത് എത്രയാണ്? 6.75 അല്ലേ? ഇനിയിപ്പോൾ 6.25 6.1/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6.25. അതായത് 1/4 എന്ന് പറഞ്ഞാൽ 25 ആണ്, 3/4 എന്ന് പറഞ്ഞാൽ 75 ആണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. 3 മെത്തേഡ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഇത് ഡയറക്റ്റ് നമ്മൾ 405/6 405നെ 60 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 27/4നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. പേജ് നമ്പർ 82 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കാം. എ വെസൽ കണ്ടെയ്ൻസ് 4.05 liters of coconut oil. It is to be used to fill 0.45 liter bottles. How many bottles are needed? ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഇത് 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം. എത്ര കുപ്പികൾ വേണം? ഇവിടെയും എന്താണ്? ഡിവിഷനാണ് വരുന്നത്. 4.05 ലിറ്ററുള്ള വെളിച്ചെണ്ണ നമ്മൾ കുപ്പികളിലാക്കണം. ആ കുപ്പിക്ക് എത്രയാണ്? 0.45 ലിറ്റർ കൊള്ളുന്ന കുപ്പിയാണ്. അപ്പോൾ എത്ര കുപ്പികൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4.05 ഡിവൈഡഡ് ബൈ 0.45. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യണം അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇൻ ദ വെസൽ, പാത്രത്തിലുള്ള വെളിച്ചെണ്ണ എത്രയാണ്? 4.05 ലിറ്റർ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ബോട്ടിൽസ്, കുപ്പികളുടെ എണ്ണം എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? 4.05 ഡിവൈഡഡ് ബൈ 4.5 അല്ലേ? 4.05 ഡിവൈഡഡ് ബൈ 0.45 0.45. അപ്പോൾ 4.05നെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ എന്തായി? 2 പ്ലേസ് നമ്മൾ 20 ഇട്ടു. അപ്പോൾ 405/100. ഇനി 0.45നെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 45/100. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് ആണല്ലോ, അപ്പോൾ നമ്മൾ 2 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 405/100 45/100. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി 405/100 405/100 ഡിവൈഡഡ് ബൈ 45/100. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ 405/100 ഇൻറ്റു 100/45. അപ്പോൾ ഇവിടെ എപ്പോഴും എന്താണ്? ഇത് തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ തന്നെ ആയിരിക്കും തരിക. അപ്പോൾ നമുക്ക് 100 നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള 405 45 ആണ്. അപ്പോൾ 405 45 9 ടൈംസിൽ പോവും അല്ലേ? നമുക്ക് ഏകദേശം നമുക്കറിയാലോ. 45 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450 ആണ്. അപ്പോൾ 9 ആയിരിക്കും ഏകദേശം. അത് നമ്മൾ നോക്കി ചെയ്യാം. അപ്പോൾ 9. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടി? 9 എന്ന് കിട്ടി. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ബോട്ടിൽസ് ആണുള്ളത്? 9 ബോട്ടിൽസ് ആണ്. അപ്പോൾ 405 ഇവിടെ ഒരു ഡിവിഷൻ ചെയ്യുന്ന കാര്യത്തെ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, എൻ അയൺ റോഡ് 70.5 meter long is cut into pieces of length 2.5 meters each. How many pieces are there? 17.5 മീറ്റർ നീളമുള്ള കമ്പി 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണങ്ങളുണ്ട്? ഇവിടെയും ഡിവിഷനാണ്. 17.5 മീറ്ററിന് നമ്മൾ 2.5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 2.5 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ലെങ്ത് ഓഫ് റോഡ്, കമ്പിയുടെ നീളം എത്രയാണ്? 17.5 മീറ്റർ. നമ്പർ ഓഫ് പീസസ്, കഷ്ണങ്ങളുടെ എണ്ണമാണ് നമ്മൾ കാണേണ്ടത്. 70.5 ഡിവൈഡഡ് ബൈ 2.5. അപ്പോൾ നമ്മൾ 70.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 175/10 എഴുതാം. അതേ ഡിവൈഡ് ബൈ 2.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 25/10. ഇത് നമുക്ക് ഇനി എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യാം. 175/10 ഇൻറ്റു 10/25.
25 അല്ലേ. അപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് ഇനി നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം. ഇതും 75ഉം 175ഉം 25ഉം തമ്മിൽ ഡിവിഷൻ ചെയ്യാം. എങ്ങനെയാണ്? 25 7 ടൈംസ് ആണ് 175 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ, 7 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഡിവിഷൻ വരുമ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും തരിക. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ 175ൽ 25 7 ടൈംസ് പോകും. അത് നമുക്ക് അങ്ങോട്ട് എഴുതിയാൽ നമ്മളെല്ലാം കട്ട് ചെയ്തു, 7 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 6.5 കിലോഗ്രാം 6.5 കിലോഗ്രാം മുളക് പൊടി 0.25 കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കിയാൽ എത്ര പാക്കറ്റ് ഉണ്ടാകും? 6.5 kilograms of chili powder was packed in 0.25 kilogram packets. How many packets are there? അപ്പോൾ ഇവിടെയും നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്. 6.5 ഡിവൈഡഡ് ബൈ 0.25. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ചില്ലി പൗഡർ, മുളക് പൊടിയുടെ ആകെ തൂക്കം എത്രയാണ്? 6.5 കിലോഗ്രാം. നമ്പർ ഓഫ് പാക്കറ്റ്സ്, പാക്കറ്റുകളുടെ എണ്ണം എത്രയാണ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6.5 ഡിവൈഡഡ് ബൈ 0.25. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6.5നെ നമുക്ക് 65 എന്ന് എഴുതാം. 65 ബൈ 10 ഡിവൈഡഡ് ബൈ 0.25ന് 25 ബൈ 100. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 65 ബൈ 10 ഇൻറ്റു 100 റെസിപ്രോക്കൽ എടുത്തു. 100 ബൈ 25 നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കൂ, 100ഉം 10ഉം എന്താണ് നമുക്ക് ഡിവിഷൻ ചെയ്യുക. അതായത് 100ൽ 10 പ്രാവശ്യമാണ് പോവുക. ഓക്കെ, പിന്നെ നമുക്ക് 65ഉം 25ഉം ഉണ്ട്, ഇവിടെ ഒരു 10ഉം ഉണ്ടല്ലേ. അപ്പോൾ 65ഉം 25ലും നമുക്ക് എങ്ങനെ ഡിവിഷൻ ചെയ്യാം? അപ്പോൾ നമുക്കിവിടെ 650 ബൈ 25 നമുക്ക് എഴുതാം. ഇത് നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ 650ൽ 25 നമുക്ക് എത്ര എന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ അറിയുന്നില്ലേ ഇങ്ങനെ ചെയ്ത് നോക്കാം. 25ൽ 65 എടുത്താൽ 25ൽ 50 അല്ലേ, 50ൽ 2 പ്രാവശ്യം പോവും. അപ്പം ഇവിടെ ബാലൻസ് 5 1 150. 150ൽ 25 എത്ര പ്രാവശ്യം പോവും? 100ൽ 4 പ്രാവശ്യമാണ് പോവുക, 50ൽ 2 പ്രാവശ്യം. അപ്പോൾ 4 2 6. അപ്പോൾ നമുക്ക് 150 എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിയില്ല, എത്രയാണ്? 26. അപ്പോൾ ഡിവിഷൻ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിരിക്കണം. വളരെ സിമ്പിളാണ്. ഇവിടെ 65 ബൈ 10 എഴുതി, അതെന്താണെന്ന് അറിയാലോ, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഉള്ളു. അപ്പോൾ നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തു. 0.25 എന്ന് അറിയുമ്പോൾ 2 പ്ലേസ് ഉണ്ട്, അപ്പം 25 ബൈ 100. അപ്പം എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു, ഇതിന് 65 ബൈ 10 ഇൻറ്റു ഇതിനെ നേരെ തിരിച്ചിട്ടു, അതായത് റെസിപ്രോക്കൽ 100 ബൈ 25. പിന്നെ 10ഉം 100 നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പോകുക, എന്നാൽ പിന്നെ നമുക്ക് ഡിവിഷൻ എളുപ്പമായി തീരും. അപ്പോൾ 100ൽ 10 ടൈംസ് ആണ്. അപ്പോൾ 65 ഇൻറ്റു 10 650 ബൈ 25. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 26 കിട്ടി. അപ്പോൾ ഇത്ര നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാം നല്ലവണ്ണം മനസ്സിലായെന്ന് കരുതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.